ജീവ അങ്ങനെ ആ സത്യം മനസ്സിലാക്കുന്നു. റിയയല്ല ദിയയാണ് തൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്നത് എന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം അങ്ങനെ ജീവ മനസ്സിലാക്കുകയാണ്. തനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ, തനിക്ക് ലാളിക്കാൻ കഴിയാതെ പോയ തൻ്റെ ദിയമോളാണ് തൻ്റെ കൂടെ ഉള്ളതെന്ന് അധികം വൈകാതെ തന്നെ ജീവ മനസ്സിലാക്കുന്നു. അതും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. രഹസ്യമായി ദിയമോൾ റിയയെ വിളിക്കുന്നത് കേൾക്കുകയും അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുന്ന ജീവ തൻ്റെ പൊന്ന് മകളായ ദിയയാണ് ഇപ്പോൾ തൻ്റെ കൂടെ ഉള്ളതെന്നും റിയ കാവ്യയുടെ അടുത്താണെന്നുള്ള സത്യവും മനസ്സിലാക്കുന്നു. അവർ എങ്ങനെ കണ്ടുമുട്ടിയെന്നും പരിചയപ്പെട്ടെന്നും ഉള്ള കാര്യങ്ങൾ എല്ലാം വളരെ രഹസ്യമായി നിരീക്ഷിച്ച ശേഷം ജീവ മനസ്സിലാക്കുകയാണ്. എന്തായാലും ആ സന്തോഷം ജീവയ്ക്ക് ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. താൻ എന്നും കാണണമെന്ന് ആഗ്രഹിച്ച തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച തൻ്റെ പൊന്ന് ദിയമോളാണ് തൻ്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുന്നതോടുകൂടി ജീവിയുടെ സന്തോഷം അടങ്ങാൻ പറ്റാത്തത് ഒന്ന് തന്നെയാണ്. തൻ്റെ അമ്മയെ കാണാൻ പറ്റാത്ത മകളായ, അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത മോളായ റിയയ്ക്ക് കാവ്യയെ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം ജീവയ്ക്ക് അടക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ പോലും അച്ഛനെ നേരിട്ട് കാണാത്ത, അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത ദിയയ്ക്ക് തന്നോടൊപ്പം ഇപ്പോൾ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള സത്യവും ജീവ അറിയുന്നു. എന്തായാലും ജീവയ്ക്ക് ഒരിക്കലും ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ആ സത്യങ്ങൾ അധികം വൈകാതെ തന്നെ ജീവ മനസ്സിലാക്കിയെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ജീവ ആ സത്യങ്ങൾ ദിയയോട് തുറന്നു ചോദിക്കുന്നത്. അങ്ങനെ എല്ലാ സത്യങ്ങളും ജീവ മനസ്സിലാക്കുകയാണ്. തൻ്റെ ദിയമോളെ ആവോളം സ്നേഹിക്കുന്നു. എന്തായാലും ജീവ ഉടനെ തന്നെ ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നു.